ഒരിക്കലും കൊളീഗ് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായതും ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും എനിക്ക് സംസാരിക്കാനുണ്ടാവും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സബ്ജക്റ്റിനൊരു ക്ഷാമം അതെനിക്ക് ഉണ്ടാവാറില്ല എപ്പോഴും. അതെന്ന് വെച്ചാൽ എൻ്റെ സറൗണ്ടഡ് ബൈ എൻ്റെ ഒരു കംഫർട്ടിങ് പീപ്പിൾ ആണെങ്കിൽ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ലൈക്ക് ബട്ട് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഞാനുണ്ടല്ലോ, ഈ ഒരു ഞാനായിരുന്നില്ല എൻ്റെ മുൻപത്തെ ഞാൻ കുറച്ചുകൂടി ടോക്കറ്റീവ് ആയിരുന്നു. ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഒരു 5 മിനിറ്റ് പരിചയമുള്ള ആൾക്കാരോട് വരെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. അവരുടെ ആ കാര്യം, ഈ കാര്യം, അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യും. എന്നിട്ട് മേ ബി ഓവർ ഷെയർ ചെയ്യും ചിലപ്പോൾ. ബട്ട് എനിക്ക് അതിലൊരു വിഷയം തോന്നിയിട്ടില്ല. ഞാൻ എക്സ്ട്രോവേർട്ട് ആയതിൽ എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. ഈവൻ മൈ സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സ്, മീൻസ് ഈവൻ ഇൻ ഫാമിലിയിൽ വരെ ഞാൻ നല്ലോണം സംസാരിക്കും. ഭയങ്കരമായിട്ട് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ കൂട്ടിക്കൊഴിച്ച് ഇനി എൻ്റെ വക എന്തെങ്കിലും സ്റ്റോറി ആഡ് ചെയ്ത്, ഇപ്പോൾ ചെറിയൊരു കഥയായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും, അത് ആസ് ഇറ്റ് ഓൾ അത് അങ്ങനെ പറഞ്ഞാൽ അത് ഫണ്ണിയല്ല, അല്ലെങ്കിൽ അത് അത്ര വലിയ രസമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വക കുറച്ച് ഫണ്ണി തിങ്സൊക്കെ ആഡ് ചെയ്ത് അതിനൊരു സ്ക്രിപ്റ്റ് പോലെ ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ പറയുമ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പിനെസ് കിട്ടും, കേൾക്കണം അവർക്കും വലിയൊരു സ്റ്റോറി കേട്ട പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ പക്ക ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ലൈഫിൻ്റെ ഓരോരോ സ്റ്റേജ് കഴിഞ്ഞ് ഓരോരുത്തരെ കാണുന്നു, ഓരോരുത്തരെ മീറ്റ് ചെയ്യണു, ഓരോരുത്തരെ കൂടെ മിങ്കിൾ ചെയ്യണു, അവരുടെ കൂടെ സ്റ്റേ ചെയ്യണു, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണു. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാനറിയില്ല, പല പല ഇൻസിഡൻറ്റ്സ്. മേ ബി ഇഫ് എൻ്റെ ക്യാരക്ടർ വൈസ് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് എപ്പോഴും കയറി ചെന്ന് സംസാരിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. എല്ലാവർക്കും അല്ല, പക്ഷെ കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. എന്താ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാൻ മാത്രം നമ്മളോട് അത്ര വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സംസാരിക്കണം, എന്തിനാണ് കുറച്ച് സംസാരിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഈ കുട്ടി എന്താ ഇത്ര ഓവർ എക്സ്പ്രസീവായിട്ട് സംസാരിക്കണം, വഴി അതൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ചില്ലെങ്കിലും എനിക്ക് അറിയുന്നവരോടത് പറയും, അവരെന്നോടത് പറയും. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ അത് അവരല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അതിപ്പം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും അടുത്ത ഇൻസിഡൻറ്റ് വന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ കുഴപ്പമില്ല, അവർക്കല്ലേ. അങ്ങനെ കുറച്ച് അധികം ഇൻസിഡൻറ്റ്സ് വന്നപ്പോൾ ഞാൻ ഓക്കേ സംതിങ് പ്രോബ്ലം എന്നുള്ളത് തോന്നി. അതായത് അങ്ങനെ എല്ലാവരോടും എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. മീൻസ് ഞാൻ ആദ്യം ഓപ്പോസിറ്റുള്ള ആളെ ഞാനൊന്ന് അസസ് ചെയ്യണം, അവരെൻ്റെ സർക്കിളിലേക്ക് ഞാൻ കയറ്റാവോ വേണ്ടോ എന്ന് തീരുമാനിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് മനസ്സിലായി. ഈവൻ ഇപ്പം എൻ്റെ വർക്ക് പ്ലേസിലാണെങ്കിൽ വരെ എനിക്ക് നല്ലൊരു കംഫർട്ടിങ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം സംസാരിക്കും. അപ്പം അങ്ങനെ മീൻസ് അങ്ങനെ എനിക്ക് കൊളീഗ് വന്നിരുന്നു. അപ്പം ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അങ്ങനെയല്ല, നമ്മൾ എല്ലാവരോടും ഇങ്ങനെ നമ്മുടെ എക്സ്ട്രോവേർട്ടിസം അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ ടോക്കറ്റീവ് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം ലൈക്ക് ആരൊക്കെയാണ് എൻ്റെ ആൾക്കാർ, എനിക്ക് സർക്കിളിലേക്ക് എടുക്കാവോ അല്ലെങ്കിൽ ഇവരെ എനിക്ക് എടുക്കാവോ, അങ്ങനെ എടുത്ത് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ സംസാരിക്കാവൂ എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അത് മനസ്സിലായി എന്ന് പറയുമ്പോൾ 4-5 വർഷം മുമ്പ് മനസ്സിലായി, അങ്ങനെയല്ലടോ ഞാൻ പറയണത്. ഈവൻ ഞാൻ അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്തിട്ട് ഒരു 1 ഇയർ ആവുന്നുള്ളൂ. ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ഏത് ഇൻസിഡൻറ്റ് പറയണമെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. മേ ബി ഒരു ഇൻസിഡൻറ്റ് പറയാനാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇപ്പോൾ എനിക്കൊരു കൊളീഗ് ഉണ്ടായിരുന്നു, ഈവൻ ഒരു ഡോക്ടർ തന്നെ എൻ്റെ കൊളീഗായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നെക്കാളും കുറച്ചുകൂടി ഏജ്ഡ് ആയിരുന്നു, എനിക്കിഷ്ടമായി, ആളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായി. ഇപ്പം ആൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വളരെയധികം അവരെ മീൻസ് കംഫർട്ടാക്കാൻ വേണ്ടി സംസാരിച്ചു, അവരെ ചേർത്ത് നിർത്തി, മീൻസ് എൻ്റെ സ്വന്തം ആളെന്ന രീതിയിൽ
ഓപ്പൺ അപ്പ് ആയിട്ട് അവർക്കൊരു മീൻസ് പുതുതായിട്ടൊരു ജോലിക്ക് വന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഫീലിങ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് എൻ്റെ കാര്യങ്ങളും ആളുടെ കാര്യങ്ങളും മൊത്തത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യലും മൊത്തം ഒരു ഞാൻ അങ്ങോട്ട് കയറ്റിക്കിട്ട് എടുത്തു വരെ സ്വന്തം ആളായിട്ട്. പക്ഷേ പിന്നെ 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 ഒരു കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. മീൻസ് ഒരു വർക്ക് പ്ലേസിൽ മീൻസ് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഓ കമോൺ, ഓ എന്താ ഇവരിങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളൊരു പോയിന്റ് എത്തി. ആൻഡ് ഇത് പറയുകയാണെങ്കിൽ എങ്ങനെ ഇതങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. മോസ്റ്റ് പ്രോബബ്ലി കൊളീഗ്സ് ഇപ്പം ഒരു വർക്ക് സ്പേസിൽ ഉണ്ടാവണ പോലെ, അതായത് ഒരേ പ്രൊഫഷനുള്ള ആൾക്കാർ തമ്മിൽ ഉണ്ടാവണ പോലെയുള്ള ചെറിയൊരു ക്ലാഷ് പോലെ ഉണ്ടായി. ആ സമയത്ത് ഞാൻ ആ സമയത്ത് ഒരു ഷോക്ക് എനിക്ക് വന്നു. നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് ഒരാൾക്ക് തോന്നുക, ആ തോന്നി അവരത് നമ്മുടെ ഒരു ഹയർ അതോറിറ്റീനെ റിപ്പോർട്ട് ചെയ്യുക, അവർക്കതൊരു കംപ്ലൈൻ്റ് ആവുക എന്നുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നതെന്ന്. അതന്ന് ആക്ച്വലി അത് എൻ്റെ ഒരു ഹയർ അതോറിറ്റിക്ക് ഇൻഫോം ചെയ്തതായിരുന്നില്ല ആക്ച്വലി എൻ്റെ ഇഷ്യൂ. അവരെന്താ എൻ്റെ ആ ഒരു ബിഹേവിയർ അവരിങ്ങനെയാണോ എടുത്തത്, അല്ലെങ്കിൽ അവരെന്താ ഞാൻ വിചാരിച്ച പോലെ വിചാരിക്കാതിരുന്നത്. എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. മീൻസ് ഞാൻ അവരെ അത്രയും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നാൽ എന്നോട് പറയും. ദാറ്റ് മീൻസ് ഞാനൊരു കൊളീഗായിട്ടായിരുന്നില്ല, ഞാനൊരു ഫ്രണ്ടായിട്ട് കണ്ടു. പിന്നെ എനിക്ക് മനസ്സിലായി, നോ നോ നോ, എൻ്റെ വിചാരം കൊളീഗ് ഈസ് ഈക്വൽ ടു ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പം ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മീൻസ് എൻ്റെ പ്രൊഫഷനിൽ വരുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താലും ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്കൊരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ ജൂനിയർ ഡോക്ടറായിട്ടുണ്ടായിരുന്നത്. സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും 20 years മുകളിലുള്ള ഒരാൾ. അപ്പോൾ ഒരു കൊളീഗ് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഹീസ് ദ സുപ്പീരിയർ വൺ. സോ അവിടെയും എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്കിങ്ങനെ കൊളീഗ് പോലെ വന്നതും ഞാൻ ഇങ്ങനെ ഫ്രണ്ടായിട്ട് കണ്ടതും. പിന്നെ എനിക്ക് മനസ്സിലായി, അങ്ങനല്ല. കൊളീഗ് ഈസ് കൊളീഗ്, ഫ്രണ്ട് ഈസ് ഫ്രണ്ട്സ്. ഒരിക്കലും കൊളീഗ് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായതും പിന്നെ ഞാൻ തന്നെ റിയലൈസ് ആയി, ഇത് ആക്ച്വലി എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ആക്ച്വലി അങ്ങനെ ഫ്രണ്ടായി കാണാൻ പാടില്ല, അത് കൊളീഗാണ്. എപ്പോഴും കൊളീഗിനെ കൊളീഗായിട്ട് കാണണം, ആ റെസ്പെക്റ്റ് കൊടുക്കണം. അവരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കി ആക്ച്വലി. അപ്പം അന്ന് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ ഒരു മീൻസ് മാനേജർ അല്ലെങ്കിൽ ചീഫ് പറഞ്ഞു എന്നോട്, ആളെനിക്ക് പറഞ്ഞു തന്നു ആക്ച്വലി, ജോബ് സ്പേസിലുള്ളത് ജോബ് സ്പേസിൽ വേണം നിർത്താൻ. നിങ്ങൾ എല്ലായിടത്തും ഒരു ബോർഡർ വരെ, എനിക്ക് തോന്നുന്നു ആൾക്ക് മനസ്സിലായി തോന്നുന്നു. മീൻസ് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തത് ആൾക്കത് ഇഷ്ടമാവാത്തതാണ് എന്നുള്ളത്. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാനിത് പുതുതായിട്ടാണ് എനിക്കിത് മനസ്സിലാവാത്തത്. സോ ഞാനന്ന് ആലോചിച്ചു. അപ്പം ഞാൻ തോന്നി, ശരിയാ, ഓക്കെ, അത് ഞാൻ റിയലൈസ് ചെയ്തു. പിന്നെ ആളെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ഞാൻ പിന്നെ കൊളീഗായിട്ട് കണ്ടു, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേണ്ടത് മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണ വരെ പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. വളരെ ഹാപ്പി ആയിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ അതൊരു ഒറ്റ ഇൻസിഡൻ്റ് ആണ്, പക്ഷെ ആ ഇൻസിഡൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി, മീൻസ് ഇപ്പോൾ ചിരിക്കുമെങ്കിലും അന്ന് എനിക്കത് ഭയങ്കര ട്രോമയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കൊക്കെ ഞാൻ എടുത്തു അത് ഞാൻ റിയലൈസ് ചെയ്ത് എനിക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആക്ച്വലി അതെനിക്ക് നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഞാൻ ഒരുപാട് മേ ബി മെച്യൂറായി, അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് മെച്യൂർ ആയതുകൊണ്ടല്ല, എനിക്ക് കുറച്ച് എക്സ്പീരിയൻസുകൾ വന്നു. എനിക്ക് ആ എക്സ്പീരിയൻസ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഞാൻ വളരെ സെലക്റ്റീവാണ്, നോക്കി ഓക്കെ ആണോ, എനിക്കിത് പറയാവോ, എനിക്കിങ്ങനെ ബിഹേവ് ചെയ്യാവോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യാറ്.
സോ അങ്ങനെ അങ്ങനെ അതിപ്പം ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് അല്ല, ഞാൻ കുറച്ച് കൺട്രോൾഡ് ആണ് എൻ്റെ ബിഹേവിയേഴ്സ് എല്ലാം. അപ്പം പക്ഷേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാലോ? ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ അങ്ങനെ അപ്പോൾ എൻ്റെ ഈ ഒരു ഇപ്പം ഞാൻ ആക്ച്വലി ആംബിവേർട്ടാന്ന് പറയും. ഞാനിപ്പോൾ അടുത്ത് എന്തോ ഒരു സ്റ്റോറി ഇട്ട സമയത്ത് മീൻസ് പരിചയത്തിലുള്ളൊരു ആൾ എന്നോട് പറഞ്ഞു, മീൻസ് അങ്ങനല്ല, അതിന് ആംബിവേർട്ട് എന്നാണ് പറയുക. ആംബിവേർട്ട് എന്ന് പറയുന്നത് എനിക്ക് മുമ്പ് അറിയായിരുന്നു, ബട്ട് ഞാൻ ആംബിവേർട്ട് ആണോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ബട്ട് എൻ്റെ കണ്ണിൽ ഞാനൊരു എക്സ്ട്രോവേർട്ടാണ്, പക്ഷേ ഞാൻ ഇൻട്രോവേർട്ട് ആയി പോവുകയും ചെയ്യുന്നുണ്ട് ഓരോ സിറ്റുവേഷനിൽ ഇങ്ങനെ ഞാൻ. പക്ഷെ ഞാൻ അതിൽ ഒരിക്കലും ഹാപ്പി അല്ല. കുറേ പേര് എനിക്കറിയാം, ഇപ്പോൾ കുറേ പേര് ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞത് ഭയങ്കര എന്തോ ഉള്ള പോലെ. പക്ഷെ എനിക്ക് ആക്ച്വലി എനിക്കതൊരു സാഡാണ് എനിക്ക് തരുന്നത്. എനിക്കൊരു ആക്ച്വലി ഞാൻ ഹാപ്പി അല്ല ഞാൻ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ. കാരണം ഞാൻ എപ്പോഴും എക്സ്ട്രോവേർട്ടായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ആ ലിമിറ്റ് വെച്ചതോടുകൂടി ഞാൻ അറിയാതെ തന്നെ ഒരു ഇൻട്രോവേർട്ടായി മാറി. എനിക്കിപ്പോഴും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ അവരിങ്ങോട്ട് സംസാരിച്ചാലും എനിക്കിങ്ങനെ ഒരു പേടി വരും ഉള്ളിൽ. ഞാനിങ്ങനെ സംസാരിക്കാവോ, അല്ലെങ്കിൽ എത്രയാണ് എൻ്റെ ലിമിറ്റ്, അവരാഗ്രഹിക്കുന്നത് ഞാൻ എത്രത്തോളം സംസാരിക്കണം എന്നാണ്. ഞാൻ ഇത് സംസാരിച്ചാൽ അവർക്കത് ഞാൻ ഓവറായിട്ട് സംസാരിക്കണ പോലെ തോന്നുമോ, അല്ലെങ്കിൽ എത്ര പേര് എനിക്ക് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. എനിക്കൊരു പ്രശ്നമാണ് ആക്ച്വലി. ഞാനിപ്പോൾ മുൻപ് പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഒരു അച്ചീവ് ചെയ്തു, ഞാൻ ആ ബോർഡർ മനസ്സിലാക്കി, വേണ്ടവരോട് മാത്രം സംസാരിക്കുന്നു. കമോൺ, ആക്ച്വലി എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ആ ബോർഡർ വരക്കണത്. മീൻസ് ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇഷ്ടപ്പെടുമോ, ഞാൻ ഇത്ര സംസാരിക്കാവോ, ഏതാണ് ആ സംസാരിക്കുന്നതിൻ്റെ ലിമിറ്റ് എന്നൊക്കെ ഉള്ളത് എനിക്കിപ്പോൾ ഭയങ്കര ഒരു കൺസേൺ ആണ്. ഞാനിപ്പോഴും ആക്ച്വലി അതിൻ്റെ അത് കവർ ചെയ്ത് അച്ചീവ് ചെയ്തിട്ടില്ല. ആക്ച്വലി സ്റ്റിൽ അച്ചീവിങ് എന്ന് വേണമെങ്കിൽ പറയാം, ദാറ്റ് മൈൽ സ്റ്റോൺ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നോക്കാം. മീൻസ് ഇപ്പോഴും ആക്ച്വലി ഇപ്പോൾ ഫാക്റ്റ് പറയാനാണെങ്കിൽ ഞാൻ ഒരാളെ കണ്ടു, എനിക്ക് തോന്നി, വൈബ് കിട്ടി, എൻ്റെ സർക്കിളിലോട്ട് എടുക്കുന്നു. അടുത്ത ആളെ കണ്ടു, സർക്കിളിലോട്ട്. ഇപ്പോൾ സർക്കിളൊക്കെ മാറി ആക്ച്വലി ഒരു വില്ലേജ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് വലിയ സർക്കിളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കിളിൽ ഇനിയിപ്പോൾ എത്ര പേർക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഞാനിങ്ങനെ എൻ്റെ ഈ ഒരു ബിഹേവിയർ ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഐ എം ഹാപ്പിയാണ്. ബട്ട് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണോ ഞാൻ ഈ ഒരു ബിഹേവിയർ എന്നുള്ളത് വെച്ചാൽ അല്ല, കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് അല്ല. ബിക്കോസ് ഫ്രം ഓൾ ദിസ് 30 years ഞാൻ ഇങ്ങനെയാണല്ലോ. അപ്പോൾ പെട്ടെന്നൊരു 1-2 വർഷമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് മാറുന്നത്. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണോ ചോദിച്ചാൽ അല്ല, ബട്ട് കംഫർട്ടബിൾ ആവണം. ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ എല്ലാവരോടും തോന്നിയതുപോലെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. ബൈ.